പ്രിയതര കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നട്ടി ബബിൾ കേക്കാണ്. 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ നന്നായിട്ട് അരിച്ചിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഓയിലിന് പകരം. അത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. 100 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബട്ടർ. അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ ബട്ടറും വൈറ്റ് ചോക്ലേറ്റും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. നല്ല പെട്ടെന്ന് ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതേപോലെ മെൽറ്റാക്കി എടുക്കുക. അത് നേരെ ഗ്യാസിൽ വെച്ചിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മളിനി 1 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഇറക്കിയതിന് ശേഷം അതിലേക്ക് നേരിട്ടിട്ട് തന്നെ ചൂടാറാനൊന്നും വെച്ചിട്ടില്ല. അതിലേക്ക് 1 മുട്ട ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ പാലും ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് വൈറ്റ് ഏത് വേണമെങ്കിലും എടുക്കട്ടോ. ഞാനിവിടെ റോയലിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ് എടുത്തത്. അതിൻ്റെ ഒരു മെലോൻ്റെ ചോക്ലേറ്റ് കോമ്പൗണ്ട് അത് ഇതേപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. 1/4 കപ്പ് പാല് അത് നേരെ ഗ്യാസിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടും. നല്ല എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മിക്സിന് തന്നെ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ മുട്ട മിക്സ് ഇല്ലേ, ബട്ടറും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിലേക്ക് നേരിട്ടിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കുക കേക്ക്. എനിക്കിഷ്ടമുള്ള ഒരു മെത്തേഡ് ഇതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പഞ്ചസാര പൊടിയല്ല യൂസ് ചെയ്തത്, പഞ്ചസാര തന്നെയാണ്. 1 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പൊടി എടുക്കേണ്ട ഒരു കപ്പ് തന്നെ പൊടിച്ചിട്ട് ആ പൊടി മുഴുവനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് മിക്സാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചത്, കാരണം പഞ്ചസാര പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര പൊടിഞ്ഞതിന് ശേഷം മൊത്തം അതിലേക്കിട്ട് നന്നായിട്ട് ഇതേപോലെ അത് അടിച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. ഈ ഒരു മിക്സ് ബാറ്റർ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് ഈ ചെമ്പ് കേട്ടോ. അതിലേക്ക് റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ച മോൾഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. 46 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 46 മിനിറ്റ് കൊണ്ട് ഇതാ ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഇത് തയ്യാറാക്കിയത്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രീം ഗോൾഡൻ മാർക്ക് മാവീസിൻ്റെ അതാണ് എടുത്തിരിക്കുന്നത്, 1/2 കിലോ. അതിൽ 1/4 കപ്പ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മൊത്തമായിട്ട് ഇതാ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ബബിൾസ് ഇടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗണാഷ് വേണം. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഗണാഷിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വൈറ്റ് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ഇട്ടാൽ മതി. ഏത് കളറാണ് വെച്ചാൽ ആ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ആ ഗ്രേറ്റ് ചെയ്തതിൽ ആ ഒരു ചോക്ലേറ്റ് മാത്രം മാറ്റിയാൽ മതി. മെത്തേഡൊക്കെ അതുപോലെ തന്നെ. ഇനി നമുക്ക് കേക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നൂല് കൊണ്ടാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാൻ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം തന്നെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ നൂല് കൊണ്ടാണ് മുറിച്ചെടുത്തത്. ഒരു മാർക്ക് ചെയ്തിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് വലിച്ചെടുത്തതാണ്. ഇനി 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ സിറപ്പ് ഒഴിക്കുക. പഞ്ചസാര സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണേ, കാരണം അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് തന്നെയാണ് കേക്ക്, എന്നാലും നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ക്രീം ആ ഹൈറ്റിൽ തന്നെ, ആ കേക്കിൻ്റെ ഹൈറ്റിൽ തന്നെ ക്രീം വെച്ച് കൊടുക്കുക. ഒന്ന് അതേപോലെ പിന്നെ 2ാമത്തെ ലെയറും നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് വെക്കുക. കേക്കിൻ്റെ അതേ ഉയരത്തിൽ തന്നെ ക്രീമും വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് മൊത്തമായിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ക്രീം ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കേക്ക് ഡെക്കറേഷൻ കൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്കിതിന് ബബിൾസ് ഒന്നിട്ട് കൊടുക്കണം. പിന്നെ നട്ട്സ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം കാഷ്യൂ നട്ട്സും 50 ഗ്രാം ബദാമും രണ്ടും നന്നായി കഴുകി
വൃത്തിയാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ അത് അവിടെ നിൽക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബബിൾസ് ചോക്ലേറ്റ് ഗണാശി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കവറോ അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുത്തത്. വെച്ചിട്ട് വലിപ്പം ഈ ഒരു ബബിൾസിൻ്റെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബബിൾസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വിതറാനുള്ളത് ഒന്നുകിൽ കോഫി പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പേര് കിട്ടുന്നില്ല, ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ട് അത് പാക്കറ്റോ അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ടിട്ട് ഇതേപോലെ അരിപ്പയിൽ തരിച്ച് നേരെ ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം ബബിൾസിൻ്റെ മുകളിൽ ഒന്നുകൂടെ ബബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നാവിൽ എന്താ പറയുക, അത് കഴിച്ചാൽ ഇനിയും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ട ഉള്ളിലത്തെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിലത്തെ ആ ലെയറൊക്കെ കണ്ടല്ലേ.